നമസ്കാരം. ടാരോ ലൈഫ് സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു UP സ്കൂൾ അധ്യാപികയായി, അതിനുശേഷം അത് വേണ്ടാന്ന് വെച്ച് ഒരു ലൈഫ് കോച്ചായി, പിന്നീട് ടാരോ പഠിച്ച് ലൈഫ് കോച്ചിങ്ങിൻ്റെ കൂടെ ടാരോ റീഡിങ്ങും ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ ആദ്യത്തെ ഒരു അഡ്വാൻസ്ഡ് ഇതിൽ വന്ന വിദ്യാർത്ഥിയാണ്. ഏപ്രിൽ 7 മുതലാണ് ഞാൻ ആദ്യത്തെ ബാച്ച് തുടങ്ങിയത്, 2024. ആ ബാച്ചിൽ എന്നെ വിശ്വസിച്ച് ആദ്യം ചേർന്ന വ്യക്തിയാണ് ദർശന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ദർശനേനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ ടാരോ ജീവിത കഥ നമ്മളോട് പറയാനായിട്ട്. ദർശന ടീച്ചർ, വെൽക്കം ടു ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് താങ്ക് യു us. സർ, താങ്ക് യു. ഏറ്റവും ഓക്കെ, തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയമെടുത്ത് ഈ സ്വന്തം കഥ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചതിന് നന്ദി പറയുന്നു. അപ്പോൾ ഓക്കെ ആദ്യത്തെ ഒരു സർ. ചോദ്യം, താങ്ക് യു, എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെയാണ് ദർശന എന്ന് പറയുന്ന ടീച്ചർ, ഡാൻസറും ആണ് കേട്ടോ, അതുകൂടി ഞാൻ എടുത്ത് പറയട്ടെ, അതെ, ഈ ടാരോയിലേക്ക് വന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? ഓക്കെ. സർ, അപ്പോ ഞാൻ ടാരോ കാർഡ് എന്നുള്ള സംഭവം അറിയാലോ, കേരളത്തിൽ അത്ര വ്യാപകമായിരുന്നില്ല. കോവിഡ് എന്നുള്ളൊരു സംഭവം എല്ലാവരുടെയും ലൈഫിൽ നല്ലതായിട്ടും മോശമായിട്ടും മാറിയ ഒരു സാഹചര്യമായിരുന്നു. എനിക്കും കുറെ പോസിറ്റീവും കുറെ നെഗറ്റീവും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ സമയങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത്, കോവിഡ് എന്നുള്ള ഒരു ടൈം ഓഫ് പീരീഡ്. കാരണം നമ്മുടെ സ്കൂളൊക്കെ ഓൺലൈൻ വഴിയാണ്. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഒരു ഒരു അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഫേമസ് ആയ ഒരു റീഡറാണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അവരിപ്പോ സെറ്റിൽഡ് ആണ്, ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പൊ അവര് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് കാർഡ്, ഹാർട്ടിന്റെ ഷേപ്പിലുള്ള കാർഡുകളായിരുന്നു അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെടുത്ത് ഇങ്ങനെ 3 കാർഡ് സെലക്ട് ചെയ്യുക, നിങ്ങളെ ഇഷ്ടമുള്ള ഒരു ആളിനെ പറ്റി മനസ്സിൽ വിചാരിച്ച് അത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അത് സെക്കൻഡ് കാർഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റ് ആയിരുന്നു. എന്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് റെസനേറ്റ് ആയിട്ട് വന്നു. എന്നിട്ട് ഞാൻ അത് തെറ്റാണോ ശരി, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ. എന്നിട്ട് ഞാന് വേറൊരു കാർഡ് എടുത്തിട്ട് അതേ ആ വീഡിയോയിൽ തന്നെ വേറൊരു കാർഡ് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് നോക്കി. അപ്പൊ അതും ആ ആളുമായിട്ട് കണക്ട്, എന്റെ ഒരു ഫ്രണ്ട് രേഷ്മ എന്ന് പറഞ്ഞ ഒരു കുട്ടി, അവളുമായിട്ടാണ് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കറക്റ്റ് ആയിട്ട് വന്നു. അവളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൊള്ളാലോ എന്ന് തോന്നി. പിന്നെ പിന്നെ അവരുടെ വീഡിയോസ് ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ ജോലിന്റെ കാര്യങ്ങൾ നോക്കി, വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അതും കറക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എന്റെ ലൈഫിൽ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ അമ്മയ്ക്കൊരു ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അമ്മ എന്ന് പറയുമ്പോ എല്ലാവർക്കും അത്രയും അടുത്തിരിക്കും. എന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 53 വയസ്സ് അത്രയ്ക്കേ ആവുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് വയ്യാതെ ആകുമ്പോ അമ്മയുടെ 50th ബർത്ത്ഡേ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അമ്മയ്ക്ക് ഈ ഒരു ഇത് വരുന്നത്. അപ്പൊ ഞാൻ മൂത്ത കുട്ടിയാണ്. അപ്പോ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഹോസ്പിറ്റൽ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടി ഉള്ള ഒരാളാണ്. പക്ഷെ അപ്പോഴും ഞാൻ ഈ ടാരറ്റ് കാർഡ് എടുക്കുമ്പോ അതില് വന്നത് മദർ എനർജിയാണ് അതിൽ കൂടുതലായി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് എനിക്കത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്. ഞാനപ്പോ അമ്മനെ ഓരോ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും ഈ കാർഡ് എടുത്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ഈവൻ പട്ടിക്കാടുള്ള ഒരു നാച്ചുറൽ ലൈഫിന്റെ ഹോസ്പിറ്റലുണ്ട്. അതുവരെ എനിക്ക് ടാരറ്റ് കാർഡിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് അത് ശരി. കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അങ്ങനെ ഹാ ഹാ. എനിക്ക് അത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഓക്കെ. കഴിഞ്ഞു. പിന്നെ എന്റെ കുറച്ചിങ്ങടെ ആയ സമയത്ത് എന്റെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു നെഗറ്റീവിനെ പറ്റി ടാരറ്റ് കാർഡ് ഇങ്ങനെ എനിക്ക് സൂചന തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നെഗറ്റീവ് എടുക്കില്ല, നമ്മൾ പോസിറ്റീവ് മാത്രമേ എടുക്കുള്ളൂ. ഞാനത് വിട്ട് കളഞ്ഞു. പോസിറ്റീവ് മാത്രം എടുത്തു, പോസിറ്റീവ് മാത്രം എടുത്തു. പക്ഷെ അതും എന്റെ ലൈഫിൽ സംഭവിച്ചു. ടാരറ്റ് കാർഡ് എന്താണോ പറഞ്ഞത് ആ ഒരു കാര്യം എന്റെ ലൈഫിൽ സംഭവിച്ചു. അത് പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടത്, നെഗറ്റീവ് എനർജി ഉണ്ടോ, വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു ഞാൻ കടന്നു. ഇങ്ങനെ ആയിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിച്ചു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതുവരെ ഞാൻ പേഴ്സണൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നതേ കണ്ടിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ റീഡിംഗ് എടുക്കാന്ന് പറഞ്ഞു. പേഴ്സണൽ റീഡിംഗ് എടുത്തു. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനെപ്പറ്റി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണൽ റീഡിംഗ് തന്ന വ്യക്തികളോട് തന്നെ ഞാൻ ചോദിച്ചു, ഇതിനെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോ അവരിങ്ങനെ കുറെ പറഞ്ഞു. ഹ്യൂജ് ഓഫ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയുള്ളൂ. മേജർ ആർക്കാന കാർഡ്, മൈനർ ആർക്കാന കാർഡ്, റിവേഴ്സ്, നേരെ വരുന്നത്, പിന്നെ അതിന്റെ 3 ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഇതുമാണ് കാണിക്കുക. പക്ഷെ ഒരു ഹ്യൂജ് ഓഫ് എമൗണ്ട് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ ആളെ ഞാൻ ഇതേപോലെ സമീപിച്ചു. അവരും ഇതേപോലെ ഒരവസ്ഥ. പക്ഷെ എന്റെ കയ്യിൽ അന്നത്തെ ഈ ഒരു സാഹചര്യം, സ്കൂളിൽ നിന്ന് ഞാന്
ക്ഷമിക്കണം, ദർശനയുടെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ക്യാമറ ഓഫായി പോയതാണ്. ദർശന, എങ്ങനെയാണ് ഈ ഒരു ടാരറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം? ടാരറ്റ് പഠിച്ചതിന് ശേഷം ഒന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഓക്കെ സർ. അപ്പോ സാറിലേക്ക് എനിക്കത് കണക്ട് ആവും. നമ്മുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മളിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സാറിന്റെ ക്ലാസ് സോറി, ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണുന്നതും സാർ അത് ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി ടാരറ്റിനെ പറ്റി പറയുന്നതും കണ്ടു. ഉം. അങ്ങനെ ഒരു 5 ഡേ ക്ലാസ് സാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ. ഏപ്രിൽ മാസത്തിലാണ് സാർ മുമ്പ് പറഞ്ഞ പോലെ. അപ്പോ ഞാൻ അതിൽ കണക്ട് ആയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടി. ഉം, ഉം, ഉം. അപ്പോഴാണ് സാർ ഇതിന്റെ ഹയർ കോഴ്സ് ആയിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തരുന്നത്. പിന്നെ വേറൊന്നും നോക്കിയില്ല, ഞാൻ അതിൽ ചാടി ജോയിൻ ചെയ്തു. താങ്ക് അവിടെ തൊട്ട് താങ്ക് യു. ഇന്ന് വരയ്ക്കും ലൈഫ് ഭയങ്കര മാറ്റം തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം സാറ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ, ഞാൻ പറഞ്ഞ പോലെ 3-4 പേരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചുവല്ലോ. പക്ഷെ സാറ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള ഒരു പാക്കേജ് ആയിട്ടാണ്. വെറും ടാരറ്റ് കാർഡ് മാത്രമല്ല, അതും കൂടെ തരുന്നുണ്ട്. എന്റെ എനർജി ഭയങ്കരമായിട്ട് ഹൈ ലെവൽ ഫ്രീക്വൻസി ആയി മാറിയതും ഈ ടാരറ്റ് ക്ലാസ്സിൽ വന്നതിലൂടെ തന്നെയാണ്. താങ്ക് യു. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സാർക്ക് ഒരു വാക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 10 സാറ് പറഞ്ഞു, എല്ലാവരോടും ചോദിച്ചു, എന്നോട് മാത്രമല്ല എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് പ്രൊഫഷണൽ റീഡേഴ്സ് ആവുക എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്ത ഡേറ്റ് ജൂലൈ 10. ആഹാ. ഞാൻ ജൂലൈ 7 ആവുമ്പോഴേക്കും ഒരു 6 പേരെ റീഡ് ചെയ്തു. കൺഗ്രാറ്റ്സ്. പേയ്മെന്റും കിട്ടി. അത് അല്ല ദർശന, ഭയങ്കര സന്തോഷമുള്ള ഒരു ആ കാര്യം. താങ്ക് യു ദർശന. ഈ ടാരോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്തെങ്കിലും ഉപദേശം പറയാനുണ്ടോ? ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറയാനുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്ന്? അത് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ആദ്യം ടാരറ്റിനെ പറ്റി ഒരു ചെറിയ ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കുറച്ച് വീഡിയോസ് എങ്കിലും ടാരറ്റിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഞാനും വിചാരിച്ചു ഇവർ എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് പറയണത്, നമ്മൾ ഏത് കാർഡ് എടുത്താലും അത് കറക്റ്റ് ആയിട്ട്, ഉം, ഉം, ഉം. ഇതിനൊക്കെ ജ്യോതിഷം അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളാണോ എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം പഠിക്കാൻ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഉം, ഉം. ജ്യോതിഷം, മലയാളി ജ്യോതിഷം അറിയാലോ, നമുക്കതിൽ കുറെ അതെ, അതെ, കണക്കുകൾ, അതെ. കാര്യങ്ങൾ, രാശി, അത് ഇതൊക്കെ പഠിക്കണം. പക്ഷെ ടാരറ്റ് കാർഡ് പഠിക്കുകയാണെങ്കിൽ 78 ഡെക്കുകളാണ്, ഒരു ഡെക്കിൽ 78 കാർഡുകളാണ് ഉള്ളത്. അതിനെപ്പറ്റി പക്ഷെ നമുക്കത് സിമ്പിൾ ആയിരിക്കും, നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ആർക്കും റീഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോ മറ്റുള്ളവർക്ക് റീഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും റീഡ് ചെയ്ത് കൊടുക്കാം. അതൊരു എന്താ പറയാ, ഹോബി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. വരുമാന മാർഗത്തിലേക്കാണെങ്കിലും നിങ്ങൾക്ക് അത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. പറ്റുന്നവർ എല്ലാവരും ഇത് പഠിച്ചു നോക്കുക. എന്തായാലും അറിവ് നല്ല തന്നെ അല്ലേ. അതാണ് എനിക്കിപ്പോ പറയാ. ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക എന്താണെന്ന്. നല്ല തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം പറയാനുള്ളത്. താങ്ക് യു ദർശന. അങ്ങനെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. വിലയേറിയ ജീവിതത്തിൽ നിന്നും വിലയേറിയ കുറച്ച് സമയമെടുത്ത് സ്റ്റോറി ഷെയർ ചെയ്തതിന്. ദർശന ഒരു ലൈഫ് കോച്ചാണ്. അപ്പോൾ ഓൺലൈനിൽ ദർശന പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദർശനയുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് നമ്പറിൽ. അതേപോലെ ഇനിയിപ്പോൾ റീഡിങ് വേണമെങ്കിലും ദർശന ചെയ്തു തരും. ഓൺലൈൻ റീഡിങ്, ഓഫ്ലൈനായിട്ട് റീഡ് ചെയ്യുന്നില്ല അവർ, ഓൺലൈനിൽ. അപ്പോൾ ദർശന എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെയധികം ഒരു ദൈവികതയുള്ള ഒരു ഗുരുത്വമുള്ള ഒരു വളരെ നല്ല ഒരു എന്താ പറയുക ലൈഫ് കോച്ചുമാണ്. നല്ലൊരു ടീച്ചറാണ് അവർ. ഇപ്പോൾ ഒരു ലൈഫ് കോച്ചിങ്ങിൽ വന്നിരിക്കുന്നത് ഒരുപാട് അവരെ പോലുള്ള സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ടാരോ പഠിച്ചത്. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് ടാരോ പഠിക്കാവുന്നതാണ്. അതേപോലെ ദർശനനെ സപ്പോർട്ട് ചെയ്യുക ലൈഫ് കോച്ചിങ് ഇതിനു വേണ്ടി. അപ്പോൾ അടുത്തൊരാളുമായിട്ട് കണ്ടുമുട്ടുന്നവരെ, this is Darshana and Pradeep signing off. Thank you for watching. I'll see you in another video.